നമസ്കാരം സുഹൃത്തുക്കളെ. ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോന്നൊരി ഏറനാട്ടിൽ ആശാന്റെ ദുരവസ്ഥയിലെ വരികളാണിത്. 1921 അത് ഏറനാട് എന്നായിരുന്നുവെങ്കിൽ 2025 അത് വങ്കനാട് എന്ന് തിരുത്തി വായിക്കണം എന്നുള്ളത് മാത്രമല്ലേ വ്യത്യാസമുള്ളൂ എന്നാണ് എൻ്റെ സംശയം. ഇന്നും ഹിന്ദുക്കളുടെ ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്തായിരുന്നു അന്നത്തെ ഹിന്ദുക്കളുടെ ദുരവസ്ഥ? അത് ജാതി വ്യത്യാസവും അതിൻ്റെ പേരിലുള്ള ഉച്ചനീചത്വങ്ങളും കൊണ്ട് അസംഘടിതരായി നിന്നിട്ടുള്ള ആ ഒരു ദുരവസ്ഥയാണ് ആശാൻ അന്ന് ചൂണ്ടിക്കാണിച്ചത്. ഖിലാഫത്ത് കലാപത്തിൽ ആദ്യനിന്ദ്യമായി അതിക്രൂരമായി നിഷ്ഠൂരമായി ഹിന്ദു വംശഹത്യ നടന്നതിനെ കുറിച്ച് അറിഞ്ഞ നാരായണ ഗുരുവാണ് അന്ന് കുമാരനാശാനോട് ആ പ്രദേശങ്ങൾ സന്ദർശിച്ച് അതിൻ്റെ നേർക്കാഴ്ചകൾ അറിയിക്കാൻ പറഞ്ഞത്. അങ്ങനെയാണ് കുമാരനാശാൻ ഈ ദുരവസ്ഥ എഴുതുന്നത്. അന്നത്തെ ഹിന്ദുവിന്റെ ദുരവസ്ഥ ജാതി വ്യവസ്ഥ മാത്രമായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഹിന്ദുവിന്റെ ദുരവസ്ഥകൾ എന്തൊക്കെയാണ് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ആ ദുരവസ്ഥ കൂടിയിട്ടല്ലേ ഉള്ളൂ എന്നുള്ളതാണ് സംശയം. കാരണം വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുകൊണ്ട് സംവരണാനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി ജാതി പറഞ്ഞ് തമ്മിലടിച്ച്, അതുപോലെ തന്നെ ഇസ്ലാമോ ലെഫ്റ്റ് എക്കോസിസ്റ്റത്തിനു വേണ്ടി പരസ്പരം പോരടിച്ചുകൊണ്ട് ഒട്ടും മടിയില്ലാത്ത ഹിന്ദുക്കൾ തമ്മിൽ തന്നെ പോരടിച്ചുകൊണ്ട് മരിച്ചു വീഴുന്ന ഒരു ദുരവസ്ഥയാണ് ഇന്നത്തെ ഹിന്ദുവിന് ഉള്ളത് എന്നതാണ് അതിദയനീയമായ ഒരു കാര്യം. നോക്കൂ, ബംഗാളിൽ ഇപ്പോൾ വഖഫിന്റെ പ്രതിഷേധം, വഖഫ് ബില്ലിന് എതിരായിട്ടുള്ള പ്രതിഷേധം എന്ന പേരിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പിന്തുണയോടുകൂടിയ കലാപം കത്തിപ്പടർന്നു കഴിഞ്ഞു. അവിടെ മരിച്ചു വീണിട്ടുള്ളത് ഹിന്ദുക്കളാണ്. അവരുടെ പേരെന്ന് പറയുന്നത് ഹർഗോവിന്ദ് ദാസും മകൻ ചന്ദൻ ദാസും. ഇവർ രണ്ടുപേരും ഈ പറയുന്ന മതേതര ജനാധിപത്യ ഇടതുപക്ഷ കക്ഷികളുടെ ആ പ്രദേശത്തെ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ആയിരുന്നു. അതായത് നമ്മുടെ കേരളത്തിലെ ഈ വഖഫ് ബില്ലിന് എതിരെ കോടാലിയും എടുത്തു നിൽക്കുന്ന പിണറായി വിജയൻ സഖാവിന്റെ CPM സഖാക്കളായിരുന്നു ഈ മരിച്ചു വീണ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഹർഗോവിന്ദ് ദാസും മകൻ ചന്ദൻ ദാസും. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, അവർ എന്ത് പേരിലാണ് കൊല്ലപ്പെട്ടത്? ഹിന്ദുവാണ് എന്നുള്ള ഒറ്റ പേര്. ഈ പറയുന്നവർ ഈ ബില്ലിന് എതിരായി നിന്ന രാഷ്ട്രീയ കക്ഷികളിൽ ഉണ്ടായിരുന്ന ഹിന്ദു നാമധാരികളാണ്. അവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവരെയാണ് ഇവർ കൊല്ലപ്പെടാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ പാർട്ടിയുടെ നേതാവ് തന്നെ ഈ വഖഫ് ബില്ലിന് എതിരായിട്ട് കലാപം കത്തിപ്പടരാനുള്ള ആഹ്വാനങ്ങൾ നൽകുകയും ഈ കൊല്ലപ്പെട്ടവരുടെ വീട്ടിൽ പോയി സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു ഇരട്ടത്താപ്പും നാം നമ്മുടെ കൺമുമ്പിൽ കാണുന്നുണ്ട്. ഈ അല്ലാഹുവിന്റെ പേരിൽ ആണയിടുകയും ശപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള ഒരു നാട്ടിൽ മറ്റെന്താണ് സംഭവിക്കുക? പിന്നെ ഈ നുഴഞ്ഞു കയറ്റക്കാർക്ക് ആധാറും ID-യും ഒക്കെ ഒപ്പിച്ചു കൊടുത്ത് വോട്ടവകാശം ഉണ്ടാക്കി കൊടുത്ത് പൗരത്വം ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള ഒരു നാട്ടിൽ മറ്റെന്താണ് സംഭവിക്കുക? ഈ നുഴഞ്ഞു കയറ്റക്കാരെ തടയാൻ വേണ്ടിയിട്ട് BSFകാരെ വിന്യസിക്കാൻ അതിന് പട്ടാളക്കാർക്ക് സംസ്ഥാനം സ്ഥലം അനുവദിച്ചു കൊടുക്കാത്ത ഒരു മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ മറ്റെന്താണ് സംഭവിക്കുക? ഇതൊക്കെയാണ് ബംഗാളിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ബംഗാൾ മുഖ്യമന്ത്രിയെ ആരാണ് അധികാരത്തിൽ ഏറ്റിയത്? 80% ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങി വിജയിച്ചുകൊണ്ടാണ് ഈ മമതാ ബാനർജി അള്ളാഹുവിന്റെ പേരിൽ ആണയിടുന്നതും ഹിന്ദുക്കളെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്നതും. അപ്പോ ആരാണ് കുറ്റക്കാർ? ആരാണ് ഈ മമതാ ബാനർജിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്? അത് നാം ചിന്തിക്കേണ്ടതല്ലേ? ഇന്നിപ്പോൾ കോഴിക്കോട് വഖഫ് വിരുദ്ധ സമ്മേളനം നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് മുസ്ലിം ലീഗ് വണ്ടി വെച്ച് ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് പരിപാടി എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, നമ്മളെയൊക്കെ കത്തിക്കാനുള്ള, അതായത് മുസ്ലിങ്ങളെ കത്തിക്കാനുള്ള നിയമം വരുന്നുണ്ട്, അതിന് എതിരായിട്ട് പ്രതിഷേധിക്കാൻ വേണ്ടി സമ്മേളനത്തിന് പോവുകയാണെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു.
അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളോട് ഇതേപോലെ തന്നെയല്ലേ CAA ആ ഒരു പൗരത്വ ബില്ലിന്റെ ആ സമയത്ത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ലീഗുകാരനും എന്താണ് പറഞ്ഞത് നിങ്ങളോട്? നിങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിടും എന്ന് പറഞ്ഞിരുന്നില്ലേ? എന്നിട്ടിപ്പം നിങ്ങൾ ജയിലിലാണോ കിടക്കുന്നത്, വീട്ടിലാണോ കിടക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ഈ കിസാൻ സമ്മാൻ നിധി മോദി ഈ കൊടുക്കുന്ന 2000 രൂപ വെച്ച് ഓരോ കൃഷിക്കാരനും കൊടുത്തു തുടങ്ങിയപ്പോൾ നിങ്ങളുടെ നികുതി ഷീറ്റ് വെച്ചിട്ട് വേണം അക്ഷയെ പോയി ഈ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് ഈ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനൊക്കെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ നികുതി ഷീറ്റ് വെച്ച് മോദി നിങ്ങളുടെ സ്ഥലം കൈക്കലാക്കും എന്ന് പറഞ്ഞിരുന്നില്ലേ? എന്നിട്ടിപ്പോൾ 2000 കിട്ടുന്നുണ്ടോ ഇല്ലയോ? വർഷത്തിൽ 6000 ഉറുപ്പ്യ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചു. ഇനിയിപ്പോൾ ഏകീകൃത സിവിൽ കോഡ് ബില്ല് വരുന്നുണ്ട്, അപ്പോഴും നിങ്ങളോട് പറയും നിങ്ങളെ കത്തിക്കാനാണ് എന്ന് പറയും. പക്ഷെ നിങ്ങളുടെ പെൺമക്കൾക്ക് സ്വത്തവകാശം കിട്ടാനാണ്, നിങ്ങളുടെ സ്ത്രീകൾക്ക് ഈ സമത്വത്തിന്റെ നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഏകീകൃത സിവിൽ കോഡ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ലീഗുകാർ മാത്രമല്ലല്ലോ, കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമായ ഹിന്ദുക്കളല്ലേ ഞങ്ങളോട് വന്നിട്ട് മോദി ഇതൊക്കെ ഞങ്ങൾക്കെതിരായിട്ടാണ് ചെയ്യുന്നത്, ഞങ്ങളെ ഇല്ലാണ്ടാക്കാനാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമായ ഹിന്ദുക്കളല്ലേ എന്ന് ആ മനുഷ്യരെന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എന്നും സ്വന്തം അധികാരത്തിനും പണത്തിനും വേണ്ടി ഇത്തരം നുണകൾ രാഷ്ട്രവിരുദ്ധമായി പറഞ്ഞു പരത്തിയിട്ടുള്ള ഇത്തരം മനുഷ്യർ തന്നെയാണ് ഈ രാഷ്ട്രത്തിന്റെ ശത്രുക്കൾ എന്ന് ആ മനുഷ്യരോട് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ആ സമയമോ വാക്കുകളോ എനിക്കില്ലാത്തത് കൊണ്ട് ഞാനാകെ നാവറ്റ് നിന്നുപോയി. എൻ്റെ ദുരവസ്ഥ. അപ്പോൾ നമ്മൾ 1921 ഖിലാഫത്തും മറക്കരുത്, റലീഫ് ഗലീഫ് ചലീവും കശ്മീരും മറക്കരുത്, നവഖാലി മറക്കരുത്, ഡയറക്റ്റ് ആക്ഷൻ ഡേ മറക്കരുത്. ഇതൊക്കെ മറന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചരിത്രത്തിലേ ഉണ്ടാവുകയില്ല എന്നുള്ളൊരു വസ്തുത അതും നാം മറക്കരുത്. രാഷ്ട്രായ സ്വഹ ഇദം നമഃ.